ഡയബറ്റിക് റെറ്റിനോപ്പതി എന്താണ്? പ്രമേഹമുള്ള ഏത് വ്യക്തിക്കും ലക്ഷണങ്ങളില്ലാതെ തന്നെ ഈ അസുഖം വരാറുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഹോസ്പിറ്റലിൽ 40 വയസ്സുള്ള ഒരു രോഗി കാഴ്ച പരിശോധനയ്ക്ക് വരികയുണ്ടായി. രോഗിയുടെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് കണ്ണിന് പെട്ടെന്ന് കാഴ്ച മങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. കണ്ണിൻ്റെ വിശദ ഞരമ്പ് പരിശോധനയ്ക്ക് ശേഷം ഞരമ്പുകൾക്ക് കേട് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കണ്ണിൻ്റെ മെയിൻ ഞരമ്പിൻ്റെ ഭാഗത്ത് ബ്ലോക്ക് വന്നിരിക്കുകയാണ്. പ്രമേഹവും പ്രഷറും എല്ലാം ചെക്ക് ചെയ്തപ്പോൾ പ്രമേഹത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. സങ്കടമെന്ന് പറയട്ടെ, ആ രോഗി അപ്പോഴാണ് അറിയുന്നത് ഈ രോഗിക്ക് പ്രമേഹമുണ്ടെന്ന്. ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നതനുസരിച്ച് കണ്ണിലെ റെറ്റീനയിലെ ചെറു രക്തക്കുഴലുകൾക്ക് കേടുപാട് സംഭവിക്കുന്നതാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. ലേസർ ചികിത്സയും കണ്ണിനകത്തേക്ക് കൊടുക്കുന്ന ഇഞ്ചക്ഷനുകളും അതുപോലെ തന്നെ രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥക്ക് ശസ്ത്രക്രിയയുമാണ് ഇന്ന് നിലവിലുള്ള ചികിത്സാ രീതി എന്ന് പറയുന്നത്. പ്രമേഹ രോഗികൾ എല്ലാ 6 മാസവും കണ്ണിനെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ഡയബറ്റിക് റെറ്റിനോപ്പതി ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ്.